രാഹുലെ, പത്തനാപുരത്ത് നമ്മുടെ മന്ത്രി സാധാരണ ഈ കഴിഞ്ഞ നിയമസഭാ കാലത്തൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു നിഴൽ പോലെ വന്നുപോയി ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തുകൊണ്ട് പോയിരിക്കാരെന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ അദ്ദേഹം മണ്ഡലത്തിൽ തന്നെ ഉണ്ട്, തമ്പടിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ പേടി വന്നു കഴിഞ്ഞു, മണ്ഡലം കൈവിടുമോ എന്നുള്ളത്. അല്ല, സ്വാഭാവികമായിട്ടും അത് പേടി ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം ഒരു ജനാധിപത്യമാകുമ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ഒരു ബോധമുണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പൊ പത്തനാപുരത്തെ സംബന്ധിച്ചാണെങ്കിൽ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ പേടി യഥാർത്ഥ പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടി തന്നെ പണി കൊടുക്കുമോ എന്നൊരു പേടിയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ പത്തനാപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണേഷ് കുമാർ തോറ്റു കഴിഞ്ഞാൽ ഇതോടെ ഈ പാർട്ടി തീരും. അതായത് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി പിന്നീട് എങ്ങുമില്ലാതെ തീരും, അതോടെ തീരും. അങ്ങനെ വരികയാണെങ്കിൽ പത്തനാപുരം കിട്ടാൻ പോകുന്നത് LDF-നായിരിക്കും. സ്വാഭാവികമായിട്ടും അതെ, മണ്ഡലം കയ്യിൽ നിന്ന് പോകും. സ്വാഭാവികമായിട്ടും CPM അത് തിരിച്ചു ചോദിക്കും. CPM-നായിരിക്കും പിന്നീട് ആ സീറ്റ് കിട്ടാൻ പോകുന്നത്. CPI-ക്ക് കുറെ സീറ്റുകൾ ഉണ്ടായതുകൊണ്ട് പത്തനാപുരത്തെ സീറ്റ് എന്താണെങ്കിലും CPM-നായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തോറ്റു കഴിഞ്ഞാൽ ലാഭം CPM-നാണ്. അത് ഗണേശൻ പിന്നെ എങ്ങോട്ട് പോകും? അല്ല, മണ്ഡലത്തിലുള്ള മിക്കവാറും എല്ലാ ആളുകൾക്കും അറിയാം അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വശമെന്ന്. ഇപ്പോൾ CPM-ന് സീറ്റ് ചോദിക്കാൻ കഴിയും, പിന്നീട് അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താം. ഇപ്പോഴാണെങ്കിലും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗണേഷ് കുമാർ വരുന്നു, CPM-മാരൊക്കെ അയ്യോ സാറേ എന്ന് പറഞ്ഞ് അടുത്ത് നിന്ന് അങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. സ്വന്തമായിട്ടൊരു MLA ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും കാര്യമില്ല. ഇപ്പോൾ ഈ പെൺവിഷയം തന്നെ വരുന്ന ഒരു സാഹചര്യം, 5000 പ്രണയങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഈ LDF-കാര് ഇതൊരു മറുകണ്ട, അതായത് ഇതിനെതിരെ അടിക്കാൻ വേണ്ടിയിട്ട്, ഇത് വ്യാജ പ്രചരണമാണെന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ കമന്റുകളിലും പോയി തിരുത്തേണ്ട ആവശ്യകത. അതായത് ഈ കോൺഗ്രസ്സുകാർ ഒന്നിച്ചല്ലേ പോസ്റ്റ് ചെയ്യുന്നത്, കോൺഗ്രസ്സുകാർ മാത്രമല്ല നാട്ടിലെ ജനങ്ങളും ഇത് ഷെയർ ചെയ്യും. സാധാരണപ്പെട്ട പാർട്ടി ഇല്ലാത്ത നിഷ്പക്ഷമായിട്ടുള്ള ആളുകളും ഷെയർ ചെയ്യും. ആ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്, കഷ്ടപ്പെടുന്നേ വരുന്നു. അതെ, സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ LDF-ൽ നിന്നും പണി കിട്ടാനുള്ള എല്ലാ സാഹചര്യങ്ങളും CPM-ൽ നിന്നും പണി കിട്ടും. എനിക്കറിയാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ CPI ആയിരുന്നു പണി കൊടുക്കാൻ വേണ്ടി നിന്നിരുന്നത്. അവസാന സമയമാകുമ്പോൾ, അതായത് നമുക്കറിയാം LDF സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമതൊരു LDF സർക്കാർ വരുന്നൊരു സാഹചര്യത്തിൽ ഈ തൂക്കും മന്ത്രിസഭയൊക്കെ വരുന്നൊരു സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു സീറ്റിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, കഴിഞ്ഞ തവണ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ മുകളിൽ നിന്ന് കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു എല്ലാവരും പണിയെടുക്കണം. അതായത് ജോലികളൊന്നും വേണ്ട, കേരള കോൺഗ്രസിന് അധികം ആളുകളൊന്നുമില്ല. ഒരു മുന്നണിയിൽ നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് LDF-കാരാണ്, CPM-കാരും CPI-കാരുമാണ് പണിയെടുത്ത് വിജയിപ്പിക്കുന്നത്. അപ്പൊ അവര് വീട്ടിൽ പോയി വോട്ട് ചോദിച്ച് വോട്ട് ഉറപ്പിച്ച് അങ്ങനെയാണ് വോട്ട് കൃത്യമായിട്ട് വീഴുന്നത്. അപ്പോ ഇതേ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വിളിച്ചു പറഞ്ഞു ഗണേഷ് കുമാറിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം. പാർട്ടി തന്നെ നന്നായിട്ട് പണിയെടുത്തു, അദ്ദേഹം വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇത്തവണയും അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇത്തവണ വലിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്ന രീതിയിൽ. നാട്ടുകാരെ നമുക്ക് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്, BJP ഇപ്രാവശ്യം പാലം വലിക്കും. BJP പാലം വലിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൃത്യമായിട്ട് പാലം വലിച്ചത് UDF-ൽ നിന്നായിരുന്നു. അതായത് ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ട്. മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന് വലിയ രീതിയിൽ നീ ആരടാ എന്ന് ആ ഡിബേറ്റ് ചർച്ച, അത് BJP-ക്കാർ ഒത്തിരി ആലോചനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്, അവര് ജ്യോതികുമാർ ചാമക്കാലയെ തോൽപ്പിക്കാനുള്ള പണി നന്നായിട്ട് എടുത്തു. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, ഇത്തവണ സന്ദീപ് അപ്പുറത്തേക്ക് പോയി. അത് മാത്രമല്ല സുരേഷ് ഗോപിയുമായിട്ടുള്ള വിഷയം, സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ ചൊറിഞ്ഞത് പത്തനാപുരത്ത് വെച്ചിട്ടായിരുന്നു നമ്മൾ കണ്ടത്. സെന്റ് സ്റ്റീഫൻ സ്കൂളില് ഉദ്ഘാടനവും അവിടുത്തെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് പരിപാടി നടക്കുന്ന സാഹചര്യത്തിൽ ഗണേഷ് കുമാർ വന്നിട്ട് ഈ സുരേഷ് ഗോപി ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അയാൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ കളിയാക്കി പറയുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി പറയുന്നുണ്ട് ഈ മുഖം ഓർക്കണം, ഈ മുഖം ഓർമ്മയുണ്ടോ സാർ എന്ന് പറയുന്ന കൂട്ട് ഞാൻ തന്നിട്ടുള്ള ഓരോ സുരേഷ് ഗോപി കൊടുത്തുള്ള ഓരോ കാര്യങ്ങളും
ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയാണെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന ഒരു അത് സാഹചര്യം മാത്രമല്ല ഗണേശന് വേണ്ടി വോട്ട് ചോദിച്ച് സുരേഷ് ഗോപി വരെ വന്ന ഒരു ചരിത്രമൊക്കെ അതെ അതെ അദ്ദേഹം പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് വരുമ്പോ നിനക്ക് വേണ്ടിയിട്ടാണ് വോട്ട് അവിടെ വരുന്നത് പത്തനാപുരത്ത് വരുന്നത് എന്നിട്ട് നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് ഓപ്പൺ ജീപ്പിൽ ഞാൻ വോട്ട് ചോദിക്കാൻ പോയത് നീ മറക്കരുതെന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോ സുരേഷ് ഗോപിയെ ചൊറിഞ്ഞത് ആ ചൊറിച്ചിൽ മാത്രമല്ല അതിനു മുമ്പിട്ട് തുടങ്ങിയ വിഷയമാണിത്. അതായത് ഭരത് ചന്ദ്രൻ IPS പോലെയാണ് സുരേഷ് ഗോപിയുടെ വിഷയം. കിടക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാവുന്നതാണ്. അതെ അതെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം BJP-കാരുടെ മനസ്സിലുണ്ട്. BJP-കാർ കൃത്യമായിട്ട് പണി കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇദ്ദേഹത്തിന് BJP വോട്ട് കിട്ടിയല്ലേ? BJP-യുടെ വോട്ട് കിട്ടി. സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് NSS-ഉമായിട്ട് നിൽക്കുന്ന കുറെ ആളുകൾ BJP-യുടെ ഈ നേതൃസ്ഥാനത്തുണ്ട്. അവരെ സംബന്ധിച്ച് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആണ്. അപ്പൊ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള ഒരു പദവി കൊടുക്കാറുണ്ട്. പിന്നീട് അവരുമായിട്ടുള്ള ഒരു അടുപ്പം ഇപ്പോഴാണ് അടുപ്പം പോയത്. ഇപ്പോൾ അടുപ്പം പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പത്മകഥയുമായി ബന്ധപ്പെട്ട് ഏകദേശം 19 ലക്ഷം രൂപയ്ക്ക് തീരേണ്ട പരിപാടി 4-4.5 കോടി ആയെന്നാണ് കേൾക്കുന്നത്. അപ്പോ അത് ചോദ്യം ചെയ്ത കൂടെയുള്ള ആളുകളെയൊക്കെ എച്ചില് തിന്നുന്ന പട്ടികൾ എന്നുള്ള രീതിയിലൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് എൻ്റെ കൂടെ കുറെ നാറികൾ ഉണ്ടായിരുന്നു വെച്ച് അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ സംസാര രീതി ഉണ്ടല്ലോ ദാഷ്ട്യം എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനെതിരെ നമുക്കറിയാം തങ്കപ്പൻ പിള്ള അവിടുത്തെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് അത് സെറ്റിൽമെന്റ് ചെയ്തു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അനക്കവുമില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ അടയ്ക്കുന്ന രീതിയിലേക്ക് അതൊക്കെ ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഈ വിഷയം വന്നു, സ്ത്രീ വിഷയം വന്നു, 5000 പ്രണയമൊക്കെ ആണെങ്കിലും അദ്ദേഹം പിടിച്ചു നിന്നു. ഒറ്റ ദിവസം കൊണ്ട് ഭാര്യയുടെ കാല് പിടിച്ചിട്ടാണെങ്കിൽ അത് സെറ്റിൽമെന്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ആരെ കൊണ്ടും വലിയ രീതിയിൽ കഴിയുന്ന കാര്യമല്ല. അതേപോലെ തന്നെ NSS ഈ വിഷയം വന്നു ഒറ്റ ദിവസം കൊണ്ട്. പക്ഷെ രാവിലെ ഇത്തവണ NSS അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് കോൺഗ്രസിന് ജ്യോതികുമാറിനാണ് NSS-ന്റെ വോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഈ പത്തനാപുരത്തെ NSS ഈ കരയോഗംകാർ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യൂ? ഗണേശൻ വോട്ട് ചെയ്യും? ഇല്ല, ഗണേഷ് കുമാറിനെ കുറെയേറെ മടുത്തിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അദ്ദേഹം പാർട്ടി കമ്മിറ്റി ആയിരുന്നു പാർട്ടി കമ്മിറ്റി ആയിട്ടായിരുന്നു NSS-നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി അത് നടക്കത്തില്ല. ഈ അദ്ദേഹത്തിന് NSS തന്നെ അടിച്ചു പുറത്താക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ തന്നെ SNDP കാലുവാരും. SNDP കാലുവാരുന്നതിന്റെ SNDP-യുടെ കുറച്ച് ഓട്ടം ഉള്ളെങ്കിൽ അത് കാലുവാരും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് SNDP NSS ഐക്യത്തിന് വെള്ളാപ്പള്ളി നടേശൻ ഗണേഷ് കുമാറിനെതിരെ പറഞ്ഞ പ്രസ്താവന നമ്മുടെ മുന്നിലുണ്ട്. ഇവനെ പോലെ ലോക വൃത്തികെട്ടവൻ വേറെ ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് എന്താണെങ്കിലും SNDP-യിലുള്ള ആളുകളുടെ ഇടയിൽ കൃത്യമായിട്ട് അതുണ്ട്. അതുപോലെ SNDP വോട്ടൊക്കെ പഴയതുപോലെ CPM-ലൊന്നും ഇപ്പൊ പോകുന്നില്ല. അതൊക്കെ BJP-യിലും സ്വാഭാവികമായിട്ട് അത് ഗണേഷ് കുമാറിനാണല്ലോ ചെല്ലുന്നത്. പത്തനാപുരത്തെ സംബന്ധിച്ച് അത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ചെല്ലാനുള്ള സാധ്യതകളുണ്ട്. പിന്നീട് മൊത്തത്തിലുള്ള ക്രിസ്തീയ സഭകളുടെ ഒരു രീതി അനുസരിച്ച് അത് ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ളൊരു രീതിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ആളുകളുടെ നിലപാടുകൾ പുറത്തേക്ക് വരുമ്പോൾ അവർ പറയുന്ന സാഹചര്യം അനുസരിച്ച് ഇടതുപക്ഷത്തിന് എതിരാണ്. അതും ജ്യോതികുമാർ ചാമക്കലയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കണക്കിലേക്ക് വരികയാണെങ്കിൽ പത്തനാപുരം എന്ന് പറയുന്ന ഒരു LDF മണ്ണൊന്നുമല്ല. അവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൊടുക്കുന്നിൽ സുരേഷിന് അത്യാവശ്യം നല്ല ഭൂരിപക്ഷം നേടി കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അത് മാറ്റമൊന്നുമില്ല. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വലിയ രീതിയിലുള്ള ഭരണമാറ്റം നമുക്ക് കാണാൻ കഴിയും. അത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ ആദ്യമായിട്ട് പത്തനാപുരം പഞ്ചായത്ത് കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് കൂടാതെ തന്നെ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ രാഷ്ട്രീയപരമായിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ വന്നിട്ടുണ്ട്. അത് വോട്ട് ഷെയറും മാറ്റം ഉണ്ടാകും എന്നൊരു യാഥാർത്ഥ്യമാണ്. അതായത് കഴിഞ്ഞ തവണ 7 പഞ്ചായത്തുകൾ LDF ഭരിക്കുന്ന സാഹചര്യത്തിൽ ഒറ്റ പഞ്ചായത്ത് മാത്രമേ UDF ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിന്റെ ഗതി മൊത്തത്തിൽ മാറി. 6 പഞ്ചായത്തുകൾ UDF ഭരിക്കുകയും 2 പഞ്ചായത്തുകൾ മാത്രമാണ് LDF ഭരിക്കുന്നത്. ആ 2 പഞ്ചായത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണകളിൽ പോലും ഗണേഷ് കുമാറിന് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള മണ്ഡലം. ഒന്ന് വിളക്കുടിയും ഒന്ന് വെട്ടിക്കലയും. ഈ മണ്ഡലങ്ങളിൽ ഇപ്രാവശ്യം കൃത്യമായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല കഴിഞ്ഞ തവണ കോൺഗ്രസിൽ നിന്നും ഒരുപാട് വോട്ടുകൾ ചോർന്നു പോയി എന്നുള്ള ആക്ഷേപങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഉമ്മൻചാണ്ടിയുടെയും VS അച്യുതാനന്ദന്റെയും മരണശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരിക്കലും മറക്കരുത്. ആ 2 ഇതിഹാസ താരങ്ങൾ, അതായത് രാഷ്ട്രീയ കേരളത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഇൻഫ്ലുവൻസ് ആൾക്കാർ, അത്രയ്ക്ക് ശക്തമായിട്ടുള്ള 2 നേതാക്കന്മാരായിരുന്നു. ഈ 2 നേതാക്കന്മാർക്കും ഒന്നിച്ചു പണി കൊടുത്ത ഒരേ ഒരു നേതാവ് ഗണേഷ് കുമാറാണ്. VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചതിന്റെ ഫലം എന്താണെങ്കിലും ഗണേഷ് കുമാറിന് കിട്ടും. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല.
ഈ മൂല്യമുള്ള കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഖാക്കന്മാരുണ്ട്, അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന മൂല്യമുള്ള സഖാക്കന്മാർ. VS അച്യുതാനന്ദന് ഇഷ്ടമായിരുന്ന സഖാക്കൾ അവർ പണി കൊടുക്കും. അവര് നോക്കി വെച്ചിട്ടുണ്ട്. ഇതല്ല അദ്ദേഹത്തിന്റെ മരണശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. മരണശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അങ്ങനെ സംഭവിച്ചെങ്കിലേ നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞാലൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പണി കൊടുക്കും. പണി കൊടുക്കും. അത് എല്ലാവരുടെയും മുന്നിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതെല്ലാം. അതേപോലെ തന്നെ ഇപ്പോ ഗണേഷ് കുമാറിനെ ഇപ്പോ താങ്ങി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന വേളയിൽ ചിലപ്പോ താങ്ങി നടക്കുന്നവര് തന്നെ ആയിരിക്കും അവസാനം പണി കൊടുക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പത്തനാപുരത്ത് വികസനമൊന്നും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമേ ഇല്ല. വികസനം ചർച്ച ചെയ്യാനാണെങ്കിൽ അവിടെ 2 ടീമിൽ 2 മത്സരാർത്ഥികളാണ് മത്സരിക്കുന്നതെങ്കിൽ ഓക്കെ, അതായത് കഴിഞ്ഞ തവണ UDF, അത് കഴിഞ്ഞിട്ട് LDF, അങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് വികസനങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷെ അവിടെ വികസനം ചർച്ച ചെയ്യാൻ കഴിയില്ല. അവിടെ ഗണേഷ് കുമാർ തന്നെയായിരുന്നു കഴിഞ്ഞ 25 കൊല്ലമായിട്ട് അവിടുത്തെ MLA എന്ന് പറയുന്നത്. അതിൽ 3 ടീമും UDF-നോടൊപ്പമായിരുന്നു. ആ 3 ടീമിലാണ് താലൂക്കും മറ്റ് അനുബന്ധ കെട്ടിടങ്ങളും എല്ലാം ഉണ്ടായത്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട്, അതായത് പിണറായി സർക്കാരിന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ, 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളുകൾ, റോഡുകൾ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിന് പറയാനുള്ള, അവകാശപ്പെടാനുള്ള പിണറായി സർക്കാരിന്റെ കൂടെയുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പിന്നീട് അവിടെയുള്ള കുടിവെള്ള പ്രശ്നങ്ങൾക്ക് അതെ കുടിവെള്ള പ്രശ്നങ്ങൾക്കും കൃത്യമായിട്ടുള്ള പ്രതിവിധി കാണാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഗണേഷ് കുമാറിന് കിട്ടിയത് 14,336 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 24,562 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതായത് നമ്മുടെ ജഗദീഷ് മത്സരിക്കുന്ന സമയത്ത്. അപ്പോ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ്. ഇപ്രാവശ്യം 5 വർഷമായിട്ട് ജ്യോതികുമാർ ചാമക്കാല അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഗണേഷ് കുമാറിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ CPM ആണെങ്കിൽ പോലും ലക്ഷ്യം വെക്കുന്നത് ആ സീറ്റ് തന്നെയാണ്. ഗണേഷ് കുമാറിനെ തോപ്പിച്ചു തട്ടിയെടുത്ത പോലെ ആവും. അതെ അതെ, ആന്റണി രാജുവിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണോ ആ മണ്ഡലം LDF പിടിക്കുന്നത്, LDF-നെ സംബന്ധിച്ച്, CPM-നെ CPI-യെ സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക. അതെ, മാക്സിമം. അതെ. അപ്പോ പത്തനാപുരത്ത് നല്ലൊരു അടുത്ത തവണ, ഈ തവണ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഗണേഷ് കുമാറിന് കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹം ചിത്രത്തിൽ ഉണ്ടാകത്തില്ല. എന്റെ ഒരു ഊഹം വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യും. കേരളം തന്നെ വിട്ടിട്ട്, ഇന്ത്യ വിട്ടിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ പോയി സെറ്റിൽ ചെയ്യുന്നതാണ് എന്റെ ഒരു തോന്നൽ. അപ്പോ അത് സ്വാഭാവികമായി ഗണേഷ് കുമാറിന് പത്തനാപുരം വിടേണ്ടി വരും. പത്തനാപുരം അദ്ദേഹം പത്തനാപുരത്തുകാരനൊന്നും അല്ല. അദ്ദേഹം വാളത്തുള്ള ഒരാളാണ്. വാള എന്ന് പറയുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ഒരാളാണ് അഞ്ചലിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളെ വരുത്തൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അതെല്ലാം രാഷ്ട്രീയപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്നൊരു വശമില്ല. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള കണക്കുകൾ വെച്ച് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. സുരേഷ് ഗോപി കൃത്യമായിട്ട് പണി കൊടുക്കുകയാണെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കും.